സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സിനിമാ നടനുമായിട്ടുള്ള സുരേഷ് ഗോപിയെ പറ്റി വീഡിയോ ഇടുമ്പോൾ എൻ്റെ കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് ഒരുപാട് ആളുകൾ, തൃശ്ശൂരുള്ള ആളുകളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ, നീ ആരാ തൃശ്ശൂരിനെ പറ്റി പറയാൻ, അല്ലെങ്കിൽ നീ ആരാ സുരേഷ് ഗോപിയെ പറ്റി പറയാൻ, നീ അടിമയല്ലേ, നീ അന്തംഗമ്യല്ലേ, നീ സുഡാപ്പിയല്ലേ, നീ ജിഹാദിയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുറവിളി കൂട്ടുന്ന കുറേ അധികം ആളുകളുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ മറ്റുള്ള വീഡിയോയും കൂടി കണ്ടിട്ട് ഒന്ന് വിലയിരുത്താനെന്നാണ്. കാരണം ഞാൻ കൊടുക്കുന്ന റിപ്ലൈ, എൻ്റെ എല്ലാ വീഡിയോയിലും വരുന്ന കമൻറ്റുകൾ ഞാൻ വായിക്കും. എല്ലാ കമൻറ്റുകൾക്ക് റിപ്ലൈ കൊടുക്കാനായിട്ടിരിക്കുന്ന ഒരാൾ കൂടി. എനിക്ക് ഒരുപാട് കമൻറ്റുകളൊന്നും വരാറില്ല. അങ്ങനെ പോലെ 20 കമൻറ്റ് അല്ലെ 15 കമൻറ്റ് അല്ലെ ഒരു 50-60 കമൻറ്റിനകത്ത് വരും. ഏത് വന്നാലും അതിനെല്ലാത്തിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന കമൻറ്റുകളിൽ കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടു. അപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂർ ജനങ്ങൾക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുമ്പോഴും തൃശ്ശൂരിലേക്ക് ആ ഒരു ആളുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് കുറേ ആളുകൾ വന്നിട്ട്, നീ ആരാണ് അതിനെപ്പറ്റി പറയാൻ, നീ ഏതാ, നീ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ചൊറിഞ്ഞുകൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പറയുന്ന തൃശ്ശൂരിൻ്റെ നാഥൻ, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ നാഥൻ എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് നടക്കുന്ന, എന്നൊക്കെ വിളിച്ചുകൊണ്ട് നടക്കുന്ന സുരേഷ് അണ്ണനുണ്ടല്ലോ, നമ്മുടെ മുന്ന ഗോപി, തൊപ്പി ഗോപി എന്നൊക്കെ പേരുകളിൽ പിന്നീട് നാമകരണം ചെയ്യപ്പെട്ട സുരേഷ് ഗോപി, ഈ സുരേഷ് ഗോപിയുടെ തനി നിറങ്ങൾ ഞാനെടുത്തങ്ങ് പുറത്തിടും. കാരണം സുരേഷ് ഗോപി ഒരു വർഷം മുൻപ് ഒരു വേദിയിൽ പ്രസംഗിക്കുകയുണ്ടായി. സുരേഷിന് ഈ പറയുന്ന പൂണൂലിട്ട വർഗത്തിനോട് അങ്ങ് ഭയങ്കരമായ അഗാധമായ പ്രണയമാണ്. എന്തോ അറിഞ്ഞൂടാ, എനിക്ക് ഇഷ്ടമാണ് അവരെ ഒരുപാട്. അവരാണ് ശരിക്കും പറഞ്ഞാൽ പൂണൂലിട്ട വർഗമാണ് ഏറ്റവും നല്ല വർഗം. അവർ പൂജ ചെയ്യുന്നു, എൻ്റെ അയ്യപ്പൻ എന്ന് വേറെ ആരും പറഞ്ഞിട്ടില്ല, ഞാൻ മാത്രമേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ എനിക്കിതൊക്കെ ഭയങ്കരമായിട്ട് അവരോട് എനിക്ക് അസൂയ തോന്നിപ്പോകുന്നു എന്നൊക്കെയാണ് ഈ സുരേഷ് പറയുന്നത്. വർഗീയവാദി ഗോപി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അപ്പോൾ സുരേഷ് ഗോപിയുടെ തനി നിറം എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് ഏകദേശം മനസ്സിലായ ഒരു പ്രസംഗം തന്നെയായിരുന്നു അത്. പിന്നീട് അതിനുശേഷം കുറേ BGM ഒക്കെ കയറ്റി, കുറേ മാസ് ഡയലോഗ് ആക്കി, പിന്നെ സുരേഷ് ഗോപി സംസാരിക്കുന്നതിനെ വിഷമകരമായിട്ടുള്ള BGM ഒക്കെ ആക്കി കുറേ വെള്ളപൂശലുകളൊക്കെ നടന്നിട്ടുണ്ട്, നമ്മൾ പല വീഡിയോയിലും കണ്ടതാണ്. അപ്പോൾ സുരേഷ് ഗോപിയുടെ ഉള്ളിലുള്ള ഈ ഒരു മതപരമായിട്ടുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ ജാതിപരമായിട്ടുള്ള ചിന്ത, ജാതിക്കെതിരെ ആര് സംസാരിച്ചാൽ, അല്ലെ ജാതി പറയുന്നവനെ പിടിച്ച് അകത്തിരുന്നൊരു നിയമമുള്ള കാലഘട്ടത്തിൽ സുരേഷ് ഗോപി നൈസായിട്ട് ജാതി അങ്ങ് പറയുകയാണ്. അതായത് പറയുന്ന ഇതാണ്, ഉന്നത കുലജാതരായിട്ടുള്ള ആളുകൾ ക്ഷേത്രം പൂജിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ മാത്രമേ അവിടെ വരാൻ പാടുള്ളൂ, അല്ലാതുള്ള ആളുകളൊക്കെ വരരുത്. അതുകൊണ്ടായിരിക്കും സുരേഷ് ഗോപിയെ പലതവണയും സുരേഷ് ഗോപി വീഴാൻ പോകുമ്പോഴും സുരേഷ് ഗോപിക്ക് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ആളുകളെ കാണുമ്പോഴും അവരുടെ കയ്യും പിടിച്ചുകൊണ്ട് പാലം കിടക്കോളം നാരായണ എന്ന് പറയുന്ന രീതി നടന്നിട്ട് ആ പാലം അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പം മാറി നിൽക്കടാ എന്നൊക്കെ ഉള്ള രീതിയിൽ കയ്യും തള്ളിക്കളയാണ് സുരേഷ് ഗോപി. സിനിമയിലെ സുരേഷ് ഗോപി നമുക്കറിയാം. ആ ഒരു സിനിമയിലെ സുരേഷ് ഗോപിയെ കണ്ടിട്ട് നമ്മൾ എല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഈ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇഷ്ടപ്പെട്ടിരുന്ന ഒരുപാട് ആളുകൾ, ഇതുപോലുള്ള ഇപ്പോൾ സുരേഷ് ഗോപി കമ്മീഷണർ എന്ന് പറയുന്ന സിനിമയിൽ, അല്ലെങ്കിൽ കളക്ടർ എന്ന് പറയുന്ന സിനിമയിലൊക്കെ ഉള്ളപ്പോൾ ഇതുപോലെയുള്ള കളക്ടർ വേണം, അല്ലെങ്കിൽ ഇതുപോലുള്ള പോലീസുകാർ വേണം എന്നൊക്കെ നമുക്ക് ഒരുപാട് പേര് ആഗ്രഹിച്ചാണ്. പക്ഷേ റിയൽ ലൈഫിൽ സുരേഷ് ഗോപി വന്നപ്പോൾ വെറും മണ്ടനായിട്ടുള്ളൊരു സുരേഷ് ഗോപി ആയിപ്പോയി എന്നുള്ളൊരു വലിയ വസ്തുത തന്നെയാണ്. ഇനി ഇതിൻ്റെ താഴെയും വന്ന് ചാണകം കൊണ്ട് മെഴുകാനായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. എത്ര തന്നെ പറഞ്ഞാലും ഞാൻ പറയാനുള്ളത് ഓപ്പണായിട്ട് തന്നെ പറയും. ഒരു വർഷം മുൻപ് സുരേഷ് ഗോപി നടത്തിയൊരു പ്രസ്താവനയാണ്. അതായത് സുരേഷ് ഗോപിക്ക് ഉന്നത കുല ജാതരേ ഉള്ളു ഇഷ്ടം. അവർക്ക് വേണ്ടിയിട്ട് എന്ത് സുരേഷ് ഗോപി ചെയ്യും, അവരുടെ കാല് വഴി വെള്ളം വേണേലും കുടിക്കും ആള്. അതാണ് സുരേഷ് ഗോപിയുടെ ആ ഒരു ഭാഷ്യം. പക്ഷെ കേരളത്തിൽ നമുക്കറിയാം, ഒരു ഉന്നത കുല ജാതര, അല്ലെങ്കിൽ അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരുപാട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ആ കാറ്റഗറിയിൽ ഉന്നത കുല ജാതർ മാത്രമല്ല ഉള്ളത്, അതിൽ മിഡിൽ കാസ്റ്റ് ഉണ്ട്, അതിൽ ലോവർ കാസ്റ്റ് ഉണ്ട്. ഇവർക്കെല്ലാം തുല്യമായിട്ടുള്ള പരിഗണന കൊടുക്കണം. സുരേഷ് ഗോപിക്ക് പൂണൂലിട്ട വർഗത്തിനെ ഭയങ്കര ഇഷ്ടമാണ്. സുരേഷ് ഗോപിക്ക് പൂണൂലിട്ട് ജനിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. പൂണൂലിട്ട് ബീഫും തിന്നിട്ട് ശബരിമല പോയി പൂജ ചെയ്യുന്നൊരു ബ്രാഹ്മണനായിരുന്നതിന് ഒരു പക്ഷേ സുരേഷ് ഗോപി അങ്ങനെ ജനിച്ചിരുന്നെങ്കിൽ. അപ്പോൾ സുരേഷ് ഗോപിയുടെ ആ ഒരു പ്രസ്താവന ആദ്യം ഞാൻ കാണിക്കുക, എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി ഒന്ന് വിലയിരുത്താം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്യാം. ഈ സൈഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അസൂയാണ് ഈ പൂണൂലിട്ട വർഗത്തിനോട്. പ്രത്യേകിച്ച് പൂണൂലിടാത്തവരും അമ്പലങ്ങളിൽ കയറി പൂജ ചെയ്യുന്നുണ്ട്, അവസ്ഥ എനിക്കറിയാം. പക്ഷെ ശബരിമലയെ സംബന്ധിച്ച് കേരള സർക്കാരിന്റെ ഇടതും വലതും നടുവും ഒക്കെ ഭരിച്ച കാലത്തും അവർ തന്നെയാണ് ഈ പൂജ ക്രമീകരണങ്ങളെല്ലാം ചെയ്യുന്നത്. അത് ചെയ്താൽ, അത് തുടർന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെ എല്ലാവർക്കും നല്ല ബോധ്യം ഉണ്ടാകുമായിരിക്കും. അതുകൊണ്ടായിരിക്കും, അതൊരു സമ്പ്രദായമാണ്. അപ്പോൾ ഞാൻ അന്നൊക്കെയും എത്രയോ പടിപൂജകൾ അവിടെ ചെയ്തിരിക്കുന്നു, എത്രയോ ഉദയാസ്തമന പൂജകൾ അവിടെ ചെയ്തിരിക്കുന്നു. ഏതാണ്ട് 47 മലച്ചവിട്ടലുകൾ നടത്തിയ പാദങ്ങളാണ് എൻ്റെത് എന്നല്ല ഞാൻ പറയുന്നത്, ഹൃദയമാണ് എൻ്റെത്. അയ്യനെ എൻ്റെ അയ്യെന്ന് വേറെ ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾ അതിന് മുമ്പ് കേട്ടിട്ടുണ്ടോ എന്നെനിക്ക് തോന്നുന്നില്ല. എൻ്റെ അയ്യൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ബിഗർ ബ്രദർ. എനിക്ക് അയ്യപ്പൻ ദൈവമല്ല, എൻ്റെ സ്വന്തം സഹോദരനാണ്. ആ സഹോദരൻ സന്യാസം സ്വീകരിച്ച അച്ഛനോടും അമ്മയോടും, എൻ്റെ അച്ഛനോടും അമ്മയോടും കലഹിച്ച് പോയി ഒരു ബോർഡിംഗ് സ്കൂളിലിരിക്കുന്നു. വെക്കേഷൻ കാലത്ത് പോലും ഇങ്ങോട്ട് വരത്തില്ല, അങ്ങോട്ട് ചെന്ന് കാണണം, അമ്മയെ തീരെയും കാണണ്ട എന്ന് പറയുന്ന എൻ്റെ അയ്യൻ. അപ്പോൾ ഈ ഇന്നലെയിലെ പോലെ ഒരു വേദന കൊണ്ട് നമ്മൾ പുളഞ്ഞാടി ചെന്ന് കണ്ട് നിർവൃതിയായി ഒരു പകട്രിയാണ്. ഇതാണ് അവിടുത്തെ ഭക്തി സങ്കല്പം. മറ്റൊരു ക്ഷേത്രത്തിലേക്കും ഇല്ലാത്തതുപോലെ
ഇതൊരു ഓരോ കുടുംബത്തിന്റെയും അവകാശമായി ഒരു ആചാരമര്യാദയെ കൊണ്ട് നടക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് ശബരിമലയിൽ മാത്രമേ നടക്കുന്നുള്ളൂ. ഒരു മുത്തശ്ശൻ അദ്ദേഹത്തിന്റെ മകനെ കൊണ്ടുപോകുന്നു, പെൺമക്കൾ പ്രായം അറിയിക്കുന്നതിന് മുമ്പ് കൊണ്ടുപോകുന്നു, ആ മകൻ പിന്നീട് അദ്ദേഹത്തിന്റെ മക്കളെ അതുപോലെ കൊണ്ടുപോകുന്നു, ആ മക്കൾ പിന്നെ അവരുടെ മക്കളെ കൊണ്ടുപോകുന്നു, അതുപോലെ തന്നെ കൊണ്ടുപോകുന്നു. ഇതിൽ ആർക്കാണ് ഇത്ര സുഖക്കേട്? അതങ്ങനെ തുടർന്നോട്ടെ. മതാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ എല്ലാ മതങ്ങൾക്കും ശുദ്ധമായ വഴികളുണ്ട്, അതവർ നിർവഹിച്ചു കൊള്ളട്ടെ. ഒരു മതത്തിനെ ദ്രോഹിക്കുമ്പോൾ മറ്റൊരു മതം സന്തോഷിക്കുന്നത് ഒരു കാലത്തും നല്ല കാര്യമല്ല. സാഹോദര്യം, സൗഹൃദം, ഇതൊക്കെയാണ് ജീവിതത്തിന്റെ ഹൃദയബന്ധം കാത്തു സൂക്ഷിക്കുക, ഉടഞ്ഞു പോകാതെ. സുരേഷ് ഗോപി പറഞ്ഞതൊക്കെ കഴമ്പുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അതിൽ സുരേഷ് ഗോപി പറയാതെ പറയുന്നത് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് പറയുന്നതൊക്കെ ആയിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. ഒന്ന്, ഇത് ശബരിമലയിൽ ഈ ഉന്നത കുല ജാതർ മാത്രം പൂജ ചെയ്താൽ മതിയോ എന്നുള്ളൊരു ചോദ്യത്തിനെ പറ്റിയാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഉന്നത കുല ജാതർ മാത്രം കേരളത്തിൽ ജീവിച്ചാൽ മതി എന്നായിരിക്കും ഒരു പക്ഷേ സുരേഷ് ഗോപിയുടെ ഒരു ചിന്താഗതി എന്ന് എനിക്ക് തോന്നുന്നത്. സുരേഷ് ഗോപിക്ക് ആ രീതിയിൽ ജീവിക്കാൻ പറ്റില്ല, ജനിക്കാൻ പറ്റിയില്ല, പാരമ്പര്യമാണല്ലോ, പാരമ്പര്യം അത് കാത്തു സൂക്ഷിച്ച് പോയാൽ പറ്റുള്ളൂ. ഇനിയിപ്പോൾ സുരേഷ് ഗോപിക്ക് ബ്രാഹ്മണനാവണമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. പകരം സുരേഷ് ഗോപിക്ക് വേണമെങ്കിൽ ഒരു പൂണൂലെടുത്തിടാം. ഈ പറയുന്ന ജാതി പറഞ്ഞ് സംസാരിക്കാതെ വേണമെങ്കിൽ ഒരു പൂണൂല് ഇട്ടിട്ട് ആ വഴിക്ക് സുരേഷ് ഗോപിക്ക് അങ്ങ് പോവാം. വെറുതെ ഈ പറയുന്ന നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ ഇവരിപ്പം ഈ പറയുമ്പോൾ ഈ പൂണൂലിട്ടവന്മാരും അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രാഹ്മിൻസും ആയിരിക്കും ഒരു പക്ഷേ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് അവിടെ ഇരുന്ന് കൈയടിക്കുന്നത്. അപ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്ന ചിന്ത എന്താണ്? സുരേഷ് ഗോപിയെ പോലെ ഇത്രയും വലിയൊരു വ്യക്തി വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് വലിയ ആളുകൾ തന്നെ, ബ്രഹ്മാവിൻ്റെയൊക്കെ ബ്രഹ്മാവിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ, അതിൻ്റെയൊക്കെ പാദത്തിനടിയിലിരിക്കുന്നവരാണ് ഈ ബാക്കിയുള്ള സമൂഹത്തിലുള്ള ആളുകൾ. അപ്പോൾ ഇവരുടെ മനസ്സിലും ഇതാണ്, ഈ നാട്ടിൽ ബ്രാഹ്മണനെന്നോ അല്ലെങ്കിൽ താഴെ ജാതിയിൽപ്പെട്ടവനെന്നോ അല്ലെങ്കിൽ ഉയർന്ന ജാതിയിൽപ്പെട്ടവനെന്നോ അല്ലെങ്കിൽ അന്യമതസ്ഥരെന്നോ ഒരു ചിന്താഗതിയും ഒരു കാര്യങ്ങളും ഇല്ല. അവസാനം ഒരു ശ്വാസം നിലയ്ക്കുമ്പോൾ ആ പോകുന്ന ഒരു മണ്ണിലേക്ക്, ഒരേ മണ്ണിലേക്ക് തന്നെ എല്ലാവരും പോകുന്നത്. അവിടെ നമ്മളെ കാത്തിരിക്കുന്ന മണ്ണിരയും കുറേ പുഴുക്കളും അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമാണ്, ശൂന്യതയും മാത്രമാണ്. ആ ഇതെല്ലാം മനസ്സിലാക്കുന്ന ഒരു മനുഷ്യന് ഒരിക്കലും ഈ പറയുന്ന ജാതി, മതം അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയൊന്നുമില്ല. അല്ലാണ്ട് ഈ പറയുന്ന രീതിയിൽ മറ്റുള്ളവരെ അവഹേളിക്കണം, മറ്റുള്ള ആളുകൾ ഒന്നുമല്ല തങ്ങളുടെ മുന്നിലെന്ന് സ്വയം വിചാരിച്ച് നടക്കുന്ന, രാജാവാണെന്ന് സ്വയം വിചാരിച്ച് നടക്കുന്ന ചെറ്റകൾ മാത്രമേ ഈ സുരേഷ് ഗോപി പറഞ്ഞ പോലെ സംസാരിക്കുകയുള്ളൂ. ഇതൂടെ കണ്ടിട്ട് എന്നെ ഈ വിമർശിക്കാൻ വരുന്ന ആളുകൾ, അല്ലെങ്കിൽ സുരേഷ് ഗോപി ചെയ്യുന്ന നല്ല പ്രവൃത്തികളാണെന്ന് പറയുന്ന ആളുകളൊക്കെ ഒന്ന് കാണണം. സുരേഷ് ഗോപി നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് നല്ല പ്രവൃത്തികൾ നമ്മുടെ സർക്കാർ പോലും ചെയ്യാത്തപ്പോഴും, അല്ലെങ്കിൽ ഒരുപാട് നല്ല പ്രവൃത്തികൾ അദ്ദേഹത്തിന് മുന്നിൽ തന്നെ കണ്ടിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇല്ലാന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല, പറയേണ്ട ആവശ്യമില്ല. കാരണം സുരേഷ് ഗോപി നല്ലൊരു മനുഷ്യനായിരുന്നു. പക്ഷേ ചാണകത്തിൽ വീഴുന്നതിന് മുൻപ് വരെ. ഇപ്പോൾ സുരേഷ് ഗോപി ചാണകത്തിൽ വീണുവോ? അന്നു മുതൽ സുരേഷ് ഗോപി, ഞാൻ നേരത്തെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, സുരേഷ് ഗോപി ചാണകത്തിൽ വീണ അന്നു മുതൽ സുരേഷ് ഗോപിയുടെ കണ്ണിൽ അന്ധതയാണ്. സുരേഷ് ഗോപി കാണുന്നതാണ് സത്യം, സുരേഷ് ഗോപി പറയുന്നതാണ് സത്യം, അതേ ആവാൻ പാടുള്ളൂ സത്യം എന്നുള്ളൊരു ചിന്താഗതിയാണ് സുരേഷ് ഗോപിക്കുള്ളത്. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ഞാനെന്ന ഭാവവും ഞാനാണ് എല്ലാം എന്നുള്ള അഹന്ത മാറ്റി വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപി പറയുന്നത് സത്യമാണെന്ന്, സുരേഷ് ഗോപി ചെയ്യുന്നത് നല്ല പ്രവൃത്തികളാണെന്ന് ജനങ്ങൾ അംഗീകരിക്കും. പക്ഷേ തെറ്റ് ചെയ്തിട്ട് ആ തെറ്റിനെ വലിയ രീതിയിൽ അങ്ങ് വ്യാഖ്യാനിച്ച് മറ്റവനാണെന്ന് പറയാൻ നടന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ വെറും കഴുതകളല്ല. അത് കേട്ടിട്ട് ചിലപ്പോൾ കുരു പൊട്ടുന്ന ആളുകളുണ്ടെങ്കിൽ കുരു പൊട്ടുമ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കുക, നിങ്ങൾക്ക് കുരു പൊട്ടിയത് എന്തുകൊണ്ടാണെന്ന്. ഈ സത്യങ്ങൾ വിളിച്ച് പറയുന്നത് കൊണ്ടാണോ, അതോ ഇല്ലാത്ത ഒരു കാര്യം ഒരാളെയും പറ്റി വിളിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ള കാര്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ അത് അംഗീകരിക്കാനോ അല്ലെങ്കിൽ അതെന്താണെന്ന് കേൾക്കാനോ ഉള്ളൊരു കഴിവും സാമാന്യ ബോധവും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ അതുള്ളവർ അത് അംഗീകരിക്കുന്നുണ്ട്. ഇല്ലാത്ത ആളുകളാണ് ഈ പറയുന്ന കമൻറ്റ് ബോക്സിൽ ഒന്നും എഴുതുന്നതും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത്. എന്തായാലും സുരേഷ് ഗോപിയുടെ തനി നിറം എന്താണെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോഴേ, ഈ ഒരു വീഡിയോ വേണ്ട, ഒരുപാട് വീഡിയോകൾ നമുക്കറിയാം, അല്ലെങ്കിൽ നേരിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ആളുകൾക്കും അറിയാം. അപ്പോൾ ഈ രീതിയിലുള്ള ഇങ്ങനത്തെ വർഗീയവാദികളെ അല്ലെങ്കിൽ ഈ രീതിയിലെ ചിന്താഗതിയുള്ള ആളുകളെ കേരളത്തിലേക്ക് അടുപ്പിക്കരുത്. ഒരു തവണ അബദ്ധം പറ്റിയത് ഓക്കെ, ഇനി ഒരു അബദ്ധം പറ്റാനായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കരുത്. ഞാനിനി കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിൻ്റെ പക്ഷത്ത് നിന്ന് പറയുകയാണെന്ന് പറയുന്നവർക്ക് പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ മറ്റുള്ള വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഞാൻ ആരുടെ പക്ഷമാണെന്നുള്ളത്. ഞാൻ ജനത്തിൻ്റെ പക്ഷമാണ്. അത് ഞാൻ പറയുമ്പോഴും അത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കൂട്ടം ആളുകൾ മറ്റേ സൈഡിലുണ്ട്, എനിക്ക് അവരോടൊന്നും പറയാനില്ല. അതേസമയം ഞാൻ തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയും, നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയും. തന്തയില്ലായ്മയ്ക്ക് കൂട്ടുപിടിച്ചുകൊണ്ട് ഞാൻ മറ്റുള്ളവർ പറയുന്ന പോലെ സംസാരിക്കാറില്ല. അപ്പോൾ നമ്മുടെ സുരേഷ് ഗോപിയുടെ ഈ പറയുന്ന പ്രഹസനങ്ങളൊക്കെ ഇനി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇവരിനിയും നമ്മുടെ കേരളത്തിൽ തുടരണോ, BJP എന്ന് പറയുന്ന വർഗീയവാദികൾ കേരളത്തിൽ കാലുകുത്തണോ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് തീരുമാനിക്കാം. ഒരബദ്ധം പറ്റിയത് പറ്റി, ഇനി പറ്റാതിരിക്കട്ടെ എന്ന് ഞാൻ ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്.